ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ രാവിലത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു ടൈം ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ടൈമാട്ടോ. ഈ ഒരു ടൈമിൽ രാവിലെ ഇനി എത്ര തിരക്കാണെങ്കിലും ഈ ഒരു ടൈം റെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാനാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പരിപാടി ഈ ഒരു ഫ്രെയിംസ് ഇവിടെ സെറ്റ് ചെയ്യലാട്ടോ. ഇത് മധുബനി ആർട്ടിൻ്റെ 6 വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. അതിൽ 3 ഞാനിപ്പോൾ ഈ ഒരു ബെഡിൻ്റെ ഹെഡ് സൈഡിൽ ഇവിടെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഡബിൾ ടാപ്പ് ഇട്ടിട്ടാട്ടോ സ്റ്റിക്ക് ചെയ്യണത്. ആദ്യമേ ഇത് റൂമിലുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മളെ റിനോവേറ്റ് ചെയ്തപ്പോൾ ഗ്ലാസ് വന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് എടുക്കേണ്ടി വന്ന്. അപ്പോൾ ലാസ്റ്റ് ഫ്രെയിമും സ്റ്റിക്ക് ചെയ്യാണ് കേട്ടോ. കുറച്ച് സമയമായി പരിപാടി തുടങ്ങിയിട്ട്. ലെവലൊക്കെ നോക്കി അകലൊക്കെ നോക്കി വെക്കുമ്പോഴേക്കിന് ടൈം ആവുമല്ലോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ പരിപാടി കേട്ടോ. ഇനി ഈ ഒരു ബെഡ് ലാമ്പും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണം. 3-4 കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടും എനിക്ക് മനസ്സിന് പിടിച്ചൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കണം. നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളെ വീട് എന്നും പുതുമയോടെ ആസ്വദിക്കാനായിട്ട് പറ്റും കേട്ടോ. എത്ര പഴക്കമുള്ള വീടാണെങ്കിലും, എത്ര കുഞ്ഞു വീടാണെങ്കിലും, എത്ര വലിയ വീടാണെങ്കിലും അത് പുതുമ നഷ്ടപ്പെടാതെ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് പുതുമ നഷ്ടപ്പെടാതെ കീപ്പ് ചെയ്യാൻ നമുക്ക് തന്നെ സാധിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. കണ്ടാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ മോൺസ്ട്ര പ്ലാന്റ് ആണ്, പക്ഷേ ഇതൊരു കോസ്റ്റർ സെറ്റാണ് കേട്ടോ. നമുക്ക് ടേബിളിൽ ടീ കപ്പോ അല്ലെങ്കിൽ ബൗളോ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോസ്റ്റർ സെറ്റാണ് കേട്ടോ. നമ്മൾ കോസ്റ്റർ സെറ്റ് പല ടൈപ്പും കണ്ടിട്ടുണ്ടാവും, പക്ഷേ എല്ലാം ഏകദേശം ഒരേപോലെ ഉണ്ടാവും അല്ലേ. അറ്റ്ലീസ്റ്റ് അത് കോസ്റ്റർ ആണെന്ന് തിരിച്ചറിയാനെങ്കിലും പറ്റും. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടോ, നമുക്ക് കോസ്റ്റർ ആണെന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതെനിക്കൊരു കൗതുകം തോന്നിട്ടോ. ഇതിങ്ങനെ മാഗ്നറ്റിക് ആണ്. നമുക്ക് ഓരോ ലീഫ് ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്തതിന് ശേഷം ആ സ്റ്റിക്ക് തന്നെ ലീഫ് അങ്ങനെ മാഗ്നറ്റിക്കിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് വളരെ അഫോർഡബിൾ ആണ്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ്. അതൊക്കെ കഴിഞ്ഞതാ ഞാൻ കിച്ചണിലെത്തി. നല്ല മത്തി പൊരിച്ചതും മത്തൻ എരിശ്ശേരിയും അതുപോലെ തന്നെ മത്തിൻ്റെ ഉള്ളിലത്തെ പഞ്ഞീനുണ്ടല്ലോ അതുണ്ടാക്കിയതൊക്കെയാണ് കേട്ടോ അന്നത്തെ ലഞ്ചിന്. ഞാൻ കൂടുതലായിട്ട് കാണിച്ച് ബോറടിപ്പിക്കണില്ല. അപ്പം ഇനി വീണ്ടും വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട. അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ബൈ.